സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 60 ചോദ്യങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ ഡി, ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ചെന്നൈയിൽ. ഫ്രീഡം സിംഫണി എന്ന പേരിൽ റേഡിയോ ചാനൽ ആരംഭിച്ച സ്ഥാപനമേത്? ഓപ്ഷൻ ഡി, പൂജപ്പുര സെൻട്രൽ ജയിലാണ് ഫ്രീഡം സിംഫണി എന്ന പേരിൽ റേഡിയോ ചാനൽ ആരംഭിച്ച സ്ഥാപനമാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞാലിമരയ്ക്കാർ സ്മാരക നാവിക ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ, ഇരിങ്ങലിലാണ് കുഞ്ഞാലിമരയ്ക്കാർ സ്മാരക നാവിക ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങൽ, കോഴിക്കോട് ജില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ വ്യാഖ്യാനം, അപഗ്രഥനം എന്നിവ വിഷയമാക്കി നോട്ട് മെനി ബട്ട് വൺ എന്ന പുസ്തകം എഴുതിയതാരാണ്? ഓപ്ഷൻ എ, GK ശശിധരനാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ വ്യാഖ്യാനം, അപഗ്രഥനം എന്നിവ വിഷയമാക്കി നോട്ട് മെനി ബട്ട് വൺ എന്ന പുസ്തകം എഴുതിയത് GK ശശിധരൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഓപ്ഷൻ സി, ചിറ്റയം ഗോപകുമാറാണ് 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. 15ാം കേരള നിയമസഭയുടെ സ്പീക്കറാണ് MB രാജേഷ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിംബെക്സ് 2021 എന്ന സംയുക്ത സമുദ്ര അഭ്യാസം ഇന്ത്യ നടത്തുന്നത് ഏത് രാജ്യവുമായി ചേർന്നാണ്? ഓപ്ഷൻ സി, സിംഗപ്പൂരുമായിട്ട് ചേർന്നാണ് ഇന്ത്യ സിംബെക്സ് 2021 എന്ന സംയുക്ത സമുദ്ര അഭ്യാസം നടത്തുന്നത് സിംഗപ്പൂരുമായിട്ട് ചേർന്ന്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത സംയുക്ത മിലിറ്ററി എക്സർസൈസ് സബത് 2021 ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഓപ്ഷൻ ഡി, റഷ്യയിൽ വെച്ചാണ് സബത് 2021 എന്ന സംയുക്ത മിലിറ്ററി എക്സർസൈസ് നടന്നത് റഷ്യയിൽ വെച്ച്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ആശാൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2021 അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ആശാൻ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുദ്ധ അഭ്യാസ് 20 എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമേത്? ഓപ്ഷൻ എ, അമേരിക്കയാണ്. യുദ്ധ അഭ്യാസ് 20 എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമാണ് അമേരിക്ക. ഇനി അതുപോലെ 2021 യുദ്ധ അഭ്യാസ് നടന്നത് രാജസ്ഥാനിലാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, BSNLും SBIയും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഏതാണ്? ഓപ്ഷൻ ബി, ഭാരത് ഇൻസ്റ്റാപേ ആണ്. BSNLും SBIയും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ഭാരത് ഇൻസ്റ്റാപേ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ച ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ, ഇന്നസെൻ്റ് ആണ്. ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതി എഴുതിയത് ഇന്നസെൻ്റ് ആണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന ഹാസ്യകൃതിക്കാണ്. ഇന്നസെൻ്റ് ആണ് എഴുതിയത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി, OP സുരേഷിനാണ്. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് OP സുരേഷിന്, അദ്ദേഹത്തിൻ്റെ താജ്മഹൽ എന്ന കവിതയ്ക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ബി, PF മാത്യൂസിനാണ്. PF മാത്യൂസിൻ്റെ അടിയാളപ്രേതം എന്ന നോവലിനാണ് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് PF മാത്യൂസിന്, അദ്ദേഹത്തിൻ്റെ അടിയാളപ്രേതം എന്ന നോവലിന്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
ഓപ്ഷൻ സി ഇറ്റലിയിലാണ് മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീധന നിരോധന ദിനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതെന്ന്. ഓപ്ഷൻ ബി നവംബർ 26-നാണ് സ്ത്രീധന നിരോധന ദിനമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ദിവസമാണ് നവംബർ 26. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2021 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത്. ഏഴാച്ചേരി രാമചന്ദ്രനാണ് സമഗ്ര സംഭാവനയ്ക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പ്രമുഖരുടെ ഫോൺ ചോർത്തൽ വിവാദവുമായി ചേർന്ന് കേൾക്കുന്ന പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ എ ഇസ്രായേലിൻ്റെതാണ്. പെഗാസസ് ചാര സോഫ്റ്റ്വെയർ വികസിപ്പിച്ച രാജ്യം ഇസ്രായേൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കർണാടകത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലെ കൽബുർഗിയിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് 2021 നേടിയ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ ഡി പങ്കജ് അദ്വാനിയാണ്. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് 2021 നേടിയത് പങ്കജ് അദ്വാനി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 സെപ്റ്റംബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് സൂര്യകിരൺ എന്ന സംയുക്ത മിലിറ്ററി എക്സർസൈസ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി നേപ്പാളുമായിട്ട് സഹകരിച്ചാണ് ഇന്ത്യ സൂര്യകിരൺ സംയുക്ത മിലിറ്ററി എക്സർസൈസ് സംഘടിപ്പിക്കുന്നത്. നേപ്പാളുമായിട്ട് സഹകരിച്ചാണ്. ഇനി 2021 സൂര്യകിരൺ നടന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് വെച്ചാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 സ്ഫോടനം നടന്ന മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഓപ്ഷൻ എ ഇന്തോനേഷ്യയിലാണ് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇന്തോനേഷ്യയിൽ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയ്യിദ് തൽവാർ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമേത്? ഓപ്ഷൻ സി UAE ആണ്. സയ്യിദ് തൽവാർ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമാണ് UAE. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ ബി അവനി ലഖാരയാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലഖാര. അവനി ലഖാര ഷൂട്ടറാണ്. അതുപോലെ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദീപ മാലിക്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരം ആരാണ്? ഓപ്ഷൻ എ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസുകാരനാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. നമുക്കറിയാം KK വേണുഗോപാൽ ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ്. KK വേണുഗോപാൽ. അതുപോലെ അജിത് ഡോവലാണ് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. അജിത് ഡോവൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം സംവിധാനം ചെയ്തത് ആര്? ഓപ്ഷൻ ഡി പ്രിയദർശനാണ്. 67ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ്. അതിൻ്റെ സംവിധായകനാണ് പ്രിയദർശൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 51ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020 മികച്ച ചിത്രമേത്? ഓപ്ഷൻ സി ഇൻ ടു ദ ഡാർക്ക്നെസ് എന്ന ചിത്രമാണ് 51ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2020 മികച്ച ചിത്രം ഇൻ ടു ദ ഡാർക്ക്നെസ്. സംവിധാനം ആൻഡേഴ്സ് റഫിൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാസയുടെ പര്യവേക്ഷണ ദൗത്യമായ പെർസിവിയറൻസ് ഏത് ആകാശഗോളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി
ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പെർസിവിയറൻസ്, നാസയുടെ പെർസിവിയറൻസ് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതി ഏത്? ഓപ്ഷൻ എ വാഴ്ത്തപ്പെട്ട പൂച്ചയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതിയാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. വാഴ്ത്തപ്പെട്ട പൂച്ച ആരുടേതാണ്? ഗ്രേസിയുടേതാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ മൻപ്രീത് സിംഗ് ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ്. ഒളിമ്പിക്സിലെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിരുന്നു ഗ്രഹാം റെയ്ഡ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യത്തിൽ 2021 കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ഓപ്ഷൻ എ ഒരുമിച്ച് എന്ന വാക്കാണ്. ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യത്തിൽ 2021 കൂട്ടിച്ചേർത്ത വാക്കാണ് ഒരുമിച്ച്. എത്രാമത് ഒളിമ്പിക്സ് ആണ് 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സ്? ഓപ്ഷൻ ബി 32ാമത് ഒളിമ്പിക്സ് ആണ്. 2021 നടന്ന ഒളിമ്പിക്സ് ആണ് 32ാമത് ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 32ാമത് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഓപ്ഷൻ സി മിറൈത്തോവയായിരുന്നു. 32ാമത് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം മിറൈത്തോവ. ഇനി അതുപോലെ 2021 പാരാലിമ്പിക്സിൻ്റെ ഭാഗ്യമുദ്ര എന്തായിരുന്നു? സോമിയാറ്റി എന്നതായിരുന്നു. 2021 പാരാലിമ്പിക്സിൻ്റെ ഭാഗ്യമുദ്രയാണ് സോമിയാറ്റി. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രാലയം സംഘടിപ്പിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ചിയർ ഫോർ ഇന്ത്യ ക്യാമ്പയിനാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രാലയം സംഘടിപ്പിച്ച ക്യാമ്പയിനിൻ്റെ പേരാണ് ചിയർ ഫോർ ഇന്ത്യ. 35ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ഓഗസ്റ്റിൽ അന്തരിച്ച കല്യാൺ സിംഗ് ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഓപ്ഷൻ സി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കല്യാൺ സിംഗ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം 2021 നേടിയതാര്? ഓപ്ഷൻ എ എമ്മ റഡുക്കാനു ആണ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം 2021 നേടിയത് എമ്മ റഡുക്കാനു. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഓപ്ഷൻ എ PV സിന്ധു ആണ്. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് PV സിന്ധു. 2016 2020. അതുപോലെ തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ സുശീൽ കുമാറാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം, ഇങ്ങനെ ആകെ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യമേത്? ഓപ്ഷൻ സി അമേരിക്കയാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് അമേരിക്ക. രണ്ടാമത് ചൈന. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ ആരായിരുന്നു? ഓപ്ഷൻ ബി PR ശ്രീജേഷ് ആയിരുന്നു. മലയാളിയായ PR ശ്രീജേഷ് ആണ് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ ആയിരുന്നു PR ശ്രീജേഷ്. ക്യാപ്റ്റൻ ആയിരുന്നു മൻപ്രീത് സിംഗ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതാര്? ഓപ്ഷൻ ഡി മീരാഭായ് ചാനു ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മീരാഭായ് ചാനു ആണ്. മീരാഭായ് ചാനുവിൻ്റെ മത്സര ഇനമാണ് ഭാരോദ്വഹനം. അതുപോലെ PV സിന്ധുവിന് ശേഷം ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടുന്ന ആദ്യ വനിത മീരാഭായ് ചാനു ആണ്.
അതുപോലെ കർണം മല്ലേശ്വരിക്ക് ശേഷം ഒളിമ്പിക്സ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ വനിത മീരാഭായ് ചാനു ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയുടെ മത്സര ഇനം എന്തായിരുന്നു? ഓപ്ഷൻ ബി ജാവലിൻ ത്രോ ആയിരുന്നു. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയുടെ മത്സര ഇനമായിരുന്നു ജാവലിൻ ത്രോ. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഏത്? ഓപ്ഷൻ ഡി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റാണ് ജോ ബൈഡൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി കുമരകമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രമാണ് കുമരകം. 45ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിക്കുരു എന്ന ക്രിക്കറ്റ് കോച്ചിംഗ് വെബ്സൈറ്റ് ആരംഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ഡി വീരേന്ദർ സേവാഗാണ്. ക്രിക്കുരു എന്ന ക്രിക്കറ്റ് കോച്ചിംഗ് വെബ്സൈറ്റ് ആരംഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വീരേന്ദർ സേവാഗ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായി തെരഞ്ഞെടുത്ത പെരുങ്കുളം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായി തെരഞ്ഞെടുത്ത പെരുങ്കുളം കൊല്ലം ജില്ലയിൽ. 47ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയതാര്? ഓപ്ഷൻ എ ബാർബോറ ക്രെജിക്കോവയാണ്. 2021 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബാർബോറ ക്രെജിക്കോവ. 2021 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് നൊവാക് ദ്യോക്കോവിച്ച്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കി വരുന്ന ജീവിതശൈലി രോഗനിർണയ പ്രതിരോധ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി അമൃതം ആരോഗ്യം എന്നതാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കി വരുന്ന ജീവിതശൈലി രോഗ നിർണയ പ്രതിരോധ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. 49ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ കൃതി ഏത്? ഓപ്ഷൻ ബി അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് 2021 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത്. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. അപ്പോൾ ഇത് എഴുതിയത് ഡേവിഡ് ഡിയോപ്പാണ്. അതുപോലെ ഫ്രഞ്ച് ടു ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അന്ന മോസ് ചൊവിക്കിസ് ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി അരുൺകുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ അരുൺകുമാർ മിശ്ര. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ICCയുടെ 2021 ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള താരം ആര്? ഓപ്ഷൻ എ പാറ്റ് കമിൻസ് ആണ്. ICCയുടെ 2021 ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് പാറ്റ് കമിൻസ്, ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ. 52ാമത്തെ ക്വസ്റ്റ്യൻ. ബോങ്കോ സാഗർ എന്ന സംയുക്ത നാവികാഭ്യാസം ഇന്ത്യ നടത്തുന്നത് ഏത് രാജ്യവുമായിട്ട് സഹകരിച്ചാണ്? ഓപ്ഷൻ ബി ബംഗ്ലാദേശുമായിട്ട് സഹകരിച്ചാണ് ബോങ്കോ സാഗർ എന്ന സംയുക്ത നാവികാഭ്യാസം ഇന്ത്യ നടത്തുന്നത് ബംഗ്ലാദേശുമായിട്ട് സഹകരിച്ചാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച സർക്കാരിന് കൈമാറിയ കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി ഏത് ജില്ലയിൽ? ഓപ്ഷൻ ഡി കാസർഗോഡ് ജില്ലയിലാണ്. ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച സർക്കാരിന് കൈമാറിയ കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി കാസർഗോഡ് ജില്ലയിൽ. 54ാമത്തെ ക്വസ്റ്റ്യൻ. 2021 കോപ്പ അമേരിക്ക വിജയിച്ച രാജ്യമേത്? ഓപ്ഷൻ എ അർജന്റീനയാണ്. 2021 കോപ്പ അമേരിക്ക വിജയിച്ച രാജ്യമാണ് അർജന്റീന. 2021 കോപ്പ നടന്നത് ബ്രസീലിൽ വെച്ചാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ ഏത്? ഓപ്ഷൻ എ കോവാക്സിൻ ആണ്. ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. അതായത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വാക്സിനാണ് കോവാക്സിൻ. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിൻ്റെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ
കേരളമാണ് നീതി ആയോഗിൻ്റെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം. കേരളം. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സർക്കാരിൻ്റെ ചീഫ് വിപ്പായി നിയമിതനായത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ എൻ ജയരാജാണ് കേരള സർക്കാരിൻ്റെ ചീഫ് വിപ്പായി നിയമിതനായത്. ഡോക്ടർ എൻ ജയരാജ്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ജൂലൈയിൽ ചുമതലയേറ്റ ഐസക് ഹെർസോഗ് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഓപ്ഷൻ ബി ഇസ്രായേലിൻ്റെ പ്രസിഡന്റാണ്. ഐസക് ഹെർസോഗ് ഇസ്രായേൽ പ്രസിഡന്റാണ്. ഇനി അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരാണ്? നഫ്താലി ബെന്നറ്റ് ആണ്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററാണ് നഫ്താലി ബെന്നറ്റ്. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2019 അർഹനായത് ആര്? ഓപ്ഷൻ സി രജനീകാന്ത് ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2019 അർഹനായത് രജനീകാന്ത്. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിമാചൽ പ്രദേശിൽ നടന്ന വജ്രപ്രഹാർ 2021 എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമേത്? ഓപ്ഷൻ എ അമേരിക്കയാണ്. ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന വജ്രപ്രഹാർ 2021 എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമാണ് അമേരിക്ക. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala-pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.